ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിലക്ക്. വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സർക്കാർ ഇടപെടും. മന്ത്രി വി ശിവൻകുട്ടി. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടതായി പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തുവെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസിൽ നിന്നും പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരന്റെ മൌലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്തുവാൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് 2025 ഒക്ടോബർ 15 രാവിലെ 11 മണിക്ക് മുൻപായി സമർപ്പിക്കുവാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി വിശദമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിന് സസ്പെൻഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിന് സസ്പെൻഷൻ. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം എടുത്തത്. പ്രതിപട്ടികയിൽ സുനിൽകുമാറിന്റെ പേരുകൂടെ വന്നതോടെയാണ് നടപടി. നേരത്തെ പുറത്തുവന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് അടക്കം ഇന്നത്തെ യോഗം ചർച്ച ചെയ്തു. സുനിൽകുമാറിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നവരിൽ 2 പേരാണ് ഇപ്പോഴും സർവീസിൽ തുടരുന്നത്. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ വിശദമായ ചർച്ച വേണം എന്നാണ് ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിരമിക്കൽ ആനുകൂല്യം തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ കോടതി ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തണം. ഇതിനുശേഷം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. അതേസമയം കേസ് അന്വേഷിക്കുന്ന SIT സംഘം ദേവസ്വം ആസ്ഥാനത്ത് എത്തി. ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് നീക്കം. ബോർഡ് യോഗത്തിനിടെയാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. പൊഴിയൂരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ബിയർ കുപ്പി കൊണ്ട് ആക്രമണം. 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം പൊഴിയൂരിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ ബിയർ കുപ്പി കൊണ്ട് ആക്രമണം. 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു. വൈകിട്ട് കുടുംബം ബോട്ടിംഗ് നടത്തുന്നതിനിടെ കരയിൽ നിന്നും യുവാവ് ബിയർ കുപ്പി എറിയുകയായിരുന്നു. ആക്രമണം നടത്തിയ വെട്ടുകാട് സ്വദേശി സനോജിനെ ബോട്ട് ജീവനക്കാർ കീഴ്പ്പെടുത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ആർക്കാ ദാസിന്റെ മകൾ അനുപ ദാസിനാണ് പരിക്കേറ്റത്. 6 ദിവസം മുൻപാണ് 7-അംഗ കുടുംബം വിനോദയാത്രയ്ക്കായി എത്തിയത്. ഇന്നലെ വൈകിട്ട് കുടുംബം ബോട്ടിംഗ് നടത്തുന്നതിനിടയിൽ കരയിൽ നിന്നും യുവാവ് ബിയർ കുപ്പി എറിയുകയായിരുന്നു. അമ്മയുടെ മടിയിലിരിക്കുകയായിരുന്ന 3 വയസ്സുകാരിയുടെ തലയിൽ കുപ്പി വീണ് പൊട്ടി. ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ അപകടനില തരണം ചെയ്തുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പ്രതിയെ പൊഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എന്താണ് കുപ്പി വലിച്ചെറിയാനിടയായ സാഹചര്യം എന്നതിൽ വ്യക്തതയില്ല. വിവേക് കിരണിനെതിരായ ED നോട്ടീസ്. മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രം. മാത്യു കുഴൽനാടൻ. വിവേക് കിരണിനെതിരായ ED നോട്ടീസിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമെന്ന് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. മകന് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കേണ്ടേ? വിഷയത്തിൽ CPIM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും പ്രതികരിക്കാനാകാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ക്ലിഫ് ഹൌസിലെ മുറികളുടെ എണ്ണമല്ല കേരളത്തിന് അറിയേണ്ടത്. അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നല്ല മറുപടി വേണ്ടതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകനും മകളും ED നോട്ടീസ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് താൻ ആരോപിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ. പിന്നീട് എങ്ങനെ സെറ്റിൽ ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ED വേട്ടയാടുന്നുവെന്ന് CPIM ഇനി പറയരുത്. തുടർ നടപടികൾ എന്തുകൊണ്ടുണ്ടായില്ലെന്ന് കേന്ദ്ര സർക്കാരും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മറുപടി പറയണം. ED നോട്ടീസ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു.
മകന് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും മകനെ വിവാദത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു സോനം വാങ്ചുങ്ങിനെതിരെ ലേ ജില്ലാ മജിസ്ട്രേറ്റ്. സോനം വാങ്ചുങ്ങിനെതിരെ ലേ ജില്ലാ മജിസ്ട്രേറ്റ്. ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമായ പ്രവർത്തനങ്ങളിൽ സോനം ഏർപ്പെട്ടു. നിയമവിരുദ്ധ തടങ്കലല്ല, എല്ലാ വസ്തുക്കളും പരിഗണിച്ച ശേഷമാണ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും ജില്ലാ മജിസ്ട്രേറ്റ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സോനം വാങ്ചുങ്ങിന്റെ ഭാര്യയെ വിവരമറിയിച്ചു. ജോധ്പൂർ ജയിലിലേക്ക് മാറ്റിയതിനെക്കുറിച്ച് സമയബന്ധിതമായി അറിയിച്ചു എന്നും ലേ ജില്ലാ മജിസ്ട്രേറ്റ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. ഭാര്യ ഗീതാഞ്ജലി ആങ്മോ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. ബുധനാഴ്ച സുപ്രീംകോടതി കേസ് പരിഗണിക്കും. ലഡാക്കിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്നാരോപിച്ച് വാങ്ചുക്കിനെ NSA പ്രകാരം കസ്റ്റഡിയിലെടുക്കുകയും രാജസ്ഥാനിലെ ജോധ്പൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. സംസ്ഥാന പദവിയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലഡാക്കിൽ പ്രക്ഷോഭം നടന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബീഹാർ തെരഞ്ഞെടുപ്പ്. ലാലു പ്രസാദ് യാദവ് വാഗ്ദാനം ചെയ്ത സീറ്റുകൾ തിരിച്ചെടുത്ത് തേജസ്വി യാദവ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവ് വാഗ്ദാനം ചെയ്ത സീറ്റുകൾ തേജസ്വി യാദവ് തിരിച്ചെടുത്തു. മഹാസഖ്യത്തെ വെട്ടിലാക്കിയായിരുന്നു RJDയിലെ വിശ്വസ്തർക്ക് സീറ്റ് നൽകാമെന്ന ലാലു പ്രസാദ് യാദവിന്റെ ഉറപ്പ്. എന്നാൽ അത് സമ്മതിക്കില്ലെന്ന നിലപാടാണ് മകനും സഖ്യത്തിന്റെ മുഖവുമായ തേജസ്വി യാദവ് തീരുമാനിച്ചത്. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ആരെയും സ്ഥാനാർത്ഥിയാക്കുവാൻ കഴിയില്ലെന്ന് തേജസ്വി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ഇക്കുറി സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ MLA ഗോപാൽ മണ്ഡലാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിക്ക് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയെ കാണണമെന്നും സീറ്റ് ലഭിക്കും വരെ വീടിന് മുൻപിലിരുന്ന് പ്രതിഷേധിക്കും എന്നായിരുന്നു ഭീഷണി. ചിലർ പണം നൽകി സീറ്റ് വാങ്ങിപ്പോയെന്നും അർഹതപ്പെട്ടവരെ ഒഴിവാക്കിയെന്നും സീറ്റ് ലഭിക്കാത്ത JDU നേതാക്കൾ ആരോപിച്ചു. അതിനിടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തിയില്ലെന്നാരോപിച്ച പകൽപൂരിൽ നിന്നുള്ള JDV MP അജയ് കുമാർ മണ്ഡൽ രാജ്യസന്നദ്ധ അറിയിച്ചു. അതേസമയം BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ഉപമുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടി. 200-ലധികം സീറ്റുകളിൽ NDA വിജയിക്കുമെന്ന് റോഡ് വികസന മന്ത്രി നിതിൻ നബീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. 40 സീറ്റുകൾ ആവശ്യപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. $1,500 കോടി നിക്ഷേപിക്കുവാൻ ഗൂഗിൾ. ഇന്ത്യയിൽ ആദ്യ AI ഹബ്ബ് വരുന്നു. ഇന്ത്യയിൽ $1,500 കോടി നിക്ഷേപിക്കുവാൻ ഗൂഗിൾ. AI ഹബ് യാഥാർത്ഥ്യമാക്കുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ഭീമൻ ഡാറ്റാ സെന്ററും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേന്ദ്രവും സ്ഥാപിക്കുമെന്നും കമ്പനി പ്രഖ്യാപിച്ചു. US-ന് പുറത്തുള്ള ഏറ്റവും വലിയ AI ഹബ്ബാണ് ആന്ധ്രയിൽ ഒരുങ്ങുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിക്ഷേപം ആരംഭിക്കുമെന്നും ഗൂഗിൾ ക്ലൌഡ് CEO തോമസ് കുര്യൻ പറഞ്ഞു. വിശാഖപട്ടണത്താവും ഗിഗാവോട്ട് ഡാറ്റാ സെന്റർ ക്യാമ്പസ് ഗൂഗിൾ നിർമ്മിക്കുക. ഡൽഹിയിൽ ഗൂഗിൾ സംഘടിപ്പിച്ച ഭാരത് AI ശക്തി പരിപാടിയിലാണ് പ്രഖ്യാപനം. ഭാവിയിൽ പദ്ധതി വികസിപ്പിക്കുവാൻ ഗൂഗിളിന് പദ്ധതിയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ മാനവ വിഭവശേഷി വികസന മന്ത്രി നരാ ലോകേഷ് 1 ജിഗാവാട്ട് പദ്ധതിക്ക് $10 ബില്യൺ ചിലവ് വരുമെന്ന് പറഞ്ഞിരുന്നു. പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇന്ത്യയിൽ ഒരു AI ഹബ്ബ് തുറക്കുന്നതിനെക്കുറിച്ച് സുന്ദർ പിച്ചായ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ സംരംഭങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ AI ഹബ്ബ് എത്തിക്കുമെന്ന് പിച്ചായ് പറഞ്ഞു. രാജ്യത്ത് ഗൂഗിൾ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത്. AI സേവനങ്ങൾ കൂടുതൽ പ്രചാരത്തിലാകുന്നതോടെ ക്ലൌഡ് സേവനങ്ങൾക്കായുള്ള ആഗോള ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ച് കമ്പനികൾ അടിസ്ഥാന സൌകര്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.